അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ സുങ്കതഘട്ട പള്ളിയുടെ പരിസരം വൃത്തിയാക്കുന്ന ഈ കാഴ്ച അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കൽപ്പനയുണ്ട്. അൻ തുഹ്യിറ ബൈതിയ ലിത്വായിഫീന വല്ലാകിഫീന വറുക്കയിസ് സുജൂദ്. നിസ്കരിക്കാൻ വരുന്നവർ, പള്ളിയിലേക്ക് വരുന്നവർ അത് അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ്. ഇമാം ജമാഅത്തിനൊക്കെ എത്തുന്നവർ അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ്. അള്ളാഹുവിൻ്റെ വിരുന്നുകാരെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയെ വളരെ പരിശുദ്ധിയോടുകൂടി സൂക്ഷിച്ച് വളരെ ശുദ്ധിയോടുകൂടി ജനങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ്, ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇത് വലിയൊരു പ്രവർത്തനയാണ്. നമ്മുടെ ചില നാടുകളിലൊക്കെ പോയാൽ വല്ലാത്ത സങ്കടമുണ്ട്. താലീമ അള്ളമഹുല്ല, അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിൽ തഖ്വ ഉള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ സൗഭാഗ്യമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യാൻ. അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ചില പള്ളിയിലൊക്കെ കയറുമ്പോൾ, അവിടുത്തെ മൂത്രപ്പുറയിലൊക്കെ കയറുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. തീരെ വൃത്തിയില്ലാത്ത, നിസ്കരിക്കാൻ വരുന്നവർക്കൊക്കെ നമ്മുടെ പള്ളിയെ ബഹുമാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം പള്ളിയെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പള്ളിയെ ശുദ്ധീകരിക്കുക എന്നുള്ളത് പള്ളിയെ ബഹുമാനിക്കുന്നതിൽ ഏറ്റവും ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കരിക്കാൻ വരുന്നവർക്ക് പള്ളി ശുദ്ധീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, പള്ളിയിൽ ദിനിയാവിയായ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് എല്ലാ ചർച്ചകളും നടക്കുന്നത് നമ്മുടെ പള്ളികളിലാണ്. ഒരിക്കലും പള്ളിയിൽ ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി പള്ളിയിലിരിക്കുന്ന സമയത്താണല്ലോ ഖൽഫ് ഇബ്നു അയ്യൂബ് റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോൾ കാന ജാലിസൻ, പള്ളിയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടിമ പള്ളിയിലേക്ക് ഓടി വരുന്നത്. ഒരു അത്യാവശ്യമായൊരു കാര്യം പള്ളിയിൽ വെച്ച് പറയുന്നു. അതിന് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം നേരെ പുറത്തു പോകുന്നു. അടിമ ചോദിച്ചു, ഇത്ര ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി എന്തേ നിങ്ങൾ പുറത്തു വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പള്ളിയിൽ ദിനിയാവിയായ സംസാരിച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നു തൻ്റെ 40 ഹദീസിൽ 40 വർഷത്തെ അമലുകൾ പൊളിക്കപ്പെടുമെന്നാണ്. ഇന്ന് വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന, അതുപോലെ 2 നിലയുള്ള പള്ളികളിലേക്ക് മുകളിലത്തെ നിലയിൽ കുട്ടികളും ചെറുപ്പക്കാരൊക്കെ കൂടി വെള്ളിയാഴ്ച നിന്ന് പള്ളിയിലെ സംസാരങ്ങളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, നമ്മുടെ 40 വർഷത്തെ അമലുകൾ പൊളിക്കപ്പെടുകയാണ്. പള്ളിയുടെ മുകളിലേക്ക് പോയാൽ അവിടെ നമുക്ക് ഇരിക്കാൻ പോലും അസഹ്യമാണ്. കാരണം അവിടുത്തെ ആ പള്ളിയോട് അവർ കാണിക്കുന്ന അനാദരവും വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. പള്ളിയോടൊരു ബഹുമാന ഇല്ലായ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ അമലുകളെ പൊളിക്കപ്പെടുമെന്നാണ്. മഹാരഥന്മാരൊക്കെ പള്ളി എത്രത്തോളം, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരോ വലിച്ച് കല്ലെറിയുന്നുണ്ട്. ഇങ്ങനെ കല്ലെറിയുമ്പോൾ പെട്ടെന്ന് നോക്കി ആരാണ് ഈ കല്ലെറിയുന്നത് എന്ന് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കല്ലെറി നോക്കുമ്പോൾ എന്തിനാ എറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതാ പള്ളിയിൽ സംസാരിക്കുന്ന 2 പാറ പുറത്ത് അയക്കം പറയുന്നു, പുറത്തയക്കണം. അങ്ങനെ അവർ പുറത്ത് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ത്വായിഫ് നാട്ടുകാരാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മദീന ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ നിങ്ങളെ നന്നായി ഞാൻ വേദനിപ്പിക്കുമായിരുന്നു എന്നാണ്. ഇന്ന് പള്ളിയിൽ എല്ലാ സംസാരങ്ങൾ പള്ളിയിലാണ്. ഒരിക്കലും പള്ളിയിൽ നാം സംസാരിച്ചു പോകരുത്. പള്ളിയിൽ സംസാരം അത് നമ്മുടെ 40 വർഷത്തെ അമലുകളെ നശിപ്പിക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളിയെ ആദരിക്കുക. പള്ളി എന്ന് പറയുന്നത് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹാ. അഹബ്ബുൽ ബിലാദി, നാടുകൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് മസാജിദുഹാ, ആ നാട്ടിലെ പള്ളിയാണ് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സയകൂനു ഫി ആഖിർ സമാനി ഖൗമുൻ, അവസാനം കാലഘട്ടത്ത് ചില വിഭാഗങ്ങൾ വരും. അവർ ഹദീസുഹും ഫി മസാജിദിഹിം, അവർക്കുള്ള വർത്തമാന സംസാരങ്ങളൊക്കെ പള്ളിയിൽ വെച്ചായിരിക്കും. ലൈസ ലില്ലാഹി ഫീഹിം ഹജ, അവരെ ഒരു ആവശ്യവും അള്ളാഹുവിന് ഇല്ല എന്ന ഹദീസാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലുള്ള സംസാരം നാം അത് ഒഴിവാക്കേണ്ടതാണ്. പള്ളിയിൽ സംസാരിക്കുന്നത് നിസ്സാരമായി കാണുന്നവരുണ്ട്.
അത് നിസ്സാരമാണെങ്കിൽ പരലോകത്ത് നമ്മുടെ എല്ലാ അമലുകളെ പൊളിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പള്ളിയെ ആദരിക്കുന്നവൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് വലിയ പ്രതിഫലമാണ് നൽകുന്നത്. ജവാസുന്നല സിറാത്ത് പാലം വിട്ടുകിടക്കാൻ അതൊരു കാരണമാകുന്നു. നജാത്തും മിനന്നാർ, നരകത്ത് നിന്ന് രക്ഷപ്പെടാനും അത് കാരണമാകുന്നു. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഇമാം ജമാഅത്ത് നിസ്കരിക്കാൻ വരുന്നവർക്കൊക്കെ പള്ളി വളരെ ഭംഗിയായി ശുദ്ധീകരിച്ച് വെക്കൽ അത് നമ്മുടെ ബാധ്യതയാണ്. ആ ഒരു പ്രവർത്തനം ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമായി. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം പള്ളിയും പള്ളിയുടെ പരിസരം അതുപോലെ പള്ളിയുടെ ഖബർസ്ഥാനമൊക്കെ വൃത്തിയാക്കുക. ഇതൊക്കെ വലിയ ഒരു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടൊക്കെ പറഞ്ഞ ഒരു കൽപ്പന എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. പള്ളി എന്ന് പറയുന്നത് ആ പള്ളിയെ നയിക്കുന്നവർ, ആ പള്ളിക്ക് നേതൃത്വം നൽകുന്നവർ, അവരൊക്കെ വളരെ നല്ല ആളുകളായാൽ നമ്മുടെ നാട് വലിയ സന്തോഷം ബർക്കത്തുള്ള നാടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു നാട്ടിലേക്ക് അല്ലാഹു എന്തെങ്കിലും ആഫത്ത്, മുസീബത്ത്, രോഗ, സമാധാന ഇല്ലായ്മ ഇങ്ങനെ എന്തെങ്കിലും നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ആഹാ, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ആഹാ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു ആഹാ, ഒരു ആഫത്ത്, ഒരു നാശം അള്ളാഹു ഒരു കൗമിൻ നൽകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ നളറ ഇല അഹ്ലിൽ മസാജിദ്, പള്ളിയുടെ ആൾക്കാരിലേക്ക് നോക്കും. പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ അവരെങ്ങനെയുണ്ട്, അവർ നല്ല സ്വഭാവക്കാരാണോ, അല്ല തമ്മിലടിയാണോ, അല്ല തമ്മിൽ ഗീമത്തും നമീമത്തും അതുപോലെ അഹങ്കാരയും കുശുമ്പും കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണോ നോക്കൂ. അൽഹംദുലില്ലാ, നോക്കുമ്പോൾ നല്ല ആളുകളാണ്, നല്ല തഖ്വയുള്ള ആളുകളാണ്, നല്ല സ്നേഹസമ്പന്നരാണ്, എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന നല്ലൊരു വിഭാഗമാണ് അവർ എന്ന് അള്ളാഹ്ക്ക് അവരെ നോക്കുമ്പോൾ അവരുടെ സൽഗുണം അള്ളാഹു മനസ്സിലാക്കിയാൽ ഫസ്വറഫ അൻഹും, അള്ളാഹു ആ നൽകാൻ ഉദ്ദേശിച്ച ആഹാ അള്ളാഹു തട്ടിച്ചു കളയും. ആ നാട്ടിലേക്ക് അള്ളാഹു ഇറക്കൂല. ഇനി ഇങ്ങനെ അള്ളാഹു ഇല അഹ്ലിൽ മസാജിദ്, മസ്ജിദിൻ്റെ അഹ്ലിക്കാർ, കമ്മിറ്റി ഭാരവാഹികൾ, അതിന് നേതൃത്വം നൽകുന്ന ആളുകളിലേക്ക് നോക്കുമ്പോൾ അവർ വലിയ മോശക്കാരാണ്. വ്യഭിചാരത്തിൽ അവരാണ് മുൻപന്തിയിൽ, അതുപോലെ നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നതിൽ അവരാണ് മുൻപന്തിയിൽ, അതുപോലെ മയക്കുമരുന്നും ലഹരിനും അവരാണ് മുൻപന്തിയിൽ എന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ തിന്മയിലും ആ കമ്മിറ്റി ഭാരവാഹികൾ പലിശ വാങ്ങുന്നതിനും എല്ലാത്തിനും അവർ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടും. ആ നാടിൽ രോഗം പെരുകാനും അതുപോലെ സമാധാന ഇല്ലായ്മയാകാനും അതുപോലെ ഒരുപാട് കച്ചവടങ്ങൾ, അവർക്കുള്ള ബിസിനസ്സുകൾ എല്ലാത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ കാരണം ആ കമ്മിറ്റി ഭാരവാഹികളായിരിക്കുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നാം കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്ന നല്ല വ്യക്തികൾ അവർ നല്ല അള്ളാഹുവിന് ഭയമുള്ള തഖ്വയുള്ള ആളുകളാണോ, അതുപോലെ നാട്ടിൽ ഫിത്ന ഫസാദാക്കാതെ എല്ലാ കാര്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് സന്തോഷത്തിൽ മുന്നുകൊണ്ടുപോകാനുള്ള നല്ല കഴിവും കൽപ്പുമുള്ളവരാണോ എന്ന് നോക്കി അത്തരക്കാരെ മാത്രം ആ മേഖലയിൽ നാം കൊണ്ടുവരണം. നമുക്ക് എന്തെങ്കിലും ഒരു 10 രൂപയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകാരം കിട്ടുന്നെന്ന് തോന്നിയതുകൊണ്ട് നാം അവരുടെ പേര് പറഞ്ഞ് അവരെ കമ്മിറ്റി നേതൃത്വത്തിലേക്ക് നാം കൊടന്നു വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അതിൻ്റെ കുറ്റവാളികളായിരിക്കും. അത്തരക്കാരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അള്ളാഹുവിൻ്റെ പള്ളി, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നേതൃത്വത്തിൽ വരാൻ നാം അനുവദിച്ചുകൂടാ. അത് നമ്മുടെ നാടിന് വലിയ ആഫത്താണ്, മുസീബത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ ഈ പ്രവർത്തനം അൽഹംദുലില്ലാ വലിയ മഹത്തായ ഒരു പ്രവർത്തനമാണ്, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തകന്മാരൊക്കെ വേണം. നമ്മുടെ പള്ളിയെ ശുദ്ധീകരിച്ചു, മദ്രസ, അതുപോലെ ഖബർസ്ഥാനം. ചില ഖബർസ്ഥാനയിലേക്ക് പോകുമ്പോൾ തന്നെ പേടിയാണ്, കാരണം കാട് പിടിച്ചിട്ട് അങ്ങോട്ടൊന്ന് പ്രവേശിക്കാൻ പോലും പറ്റൂല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും സന്തോഷം റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.